ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാംബ്ലാനി അവസരവാദി. ഇത്രയും ശക്തമായ അവസരവാദം പറയുന്ന മറ്റൊരാളില്ല. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പാംബ്ലാനി BJPക്കെതിരെ പറഞ്ഞു. ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി പറഞ്ഞുവെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമം വന്നു. പാംബ്ലാനി അപ്പഞ്ഞിട്ടി. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി. ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി സൂപ്പിടാൻ. എവിടെ? RSന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് വേറൊരു വിവരം. ഒഡീഷയിൽ കന്യാസ്ത്രീയെ മാത്രമല്ല അച്ഛനെയും അടിച്ചു. അപ്പോൾ വീണ്ടും മാറ്റാൻ തുടങ്ങി. ഞങ്ങൾ യൂറോപ്പിലാണോ ജീവിക്കേണ്ടത് എന്ന അവരുടെ ചോദ്യം. ഞങ്ങൾ യൂറോപ്പിലാണോ ജീവിക്കേണ്ടത് എന്ന അവരുടെ ചോദ്യം. ഇടക്കിടക്ക് വരുന്ന ഈ മനോമാറ്റം കൊണ്ട് ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മുസ്ലിമോ കമ്മ്യൂണിസ്റ്റോ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന കാര്യം പറയാനാണ് ഞാൻ ഇത്രയും വ്യാപകമായിട്ട് ആ കാര്യം വിശദീകരിച്ചത്. MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപത രംഗത്തെത്തി. ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ MV ഗോവിന്ദൻ നടത്തിയത് തരംതാഴ്ന്ന പ്രസ്താവന എന്നാണ് വിമർശനം. AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയിട്ട് മാത്രമേ മെത്രാൻമാർക്ക് പ്രതികരിക്കാൻ പാടുള്ളൂ എന്നത് ഫാസിസ്റ്റ് മുഖമാണ്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടതിൽ നന്ദി അറിയിച്ചത് നിലപാട് മാറ്റമല്ല എന്നും അതിരൂപത വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ MV ഗോവിന്ദൻ നടത്തിയ വിമർശനത്തിന് ഇപ്പോൾ തലശ്ശേരി അതിരൂപത മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ, ഒരു നേർക്കുനേർ പോരിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ അരുൺ പൂപ്പറമ്പ? മാർ ജോസഫ് പാംബ്ലാനി തികഞ്ഞ അവസരവാദി എന്ന വിമർശനം CPIM സംസ്ഥാന സെക്രട്ടറി ഉയർത്തിയതിന് പിന്നാലെ MV ഗോവിന്ദന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് തലശ്ശേരി അതിരൂപത. ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ MV ഗോവിന്ദൻ നടത്തിയത് തരംതാഴ്ന്ന പ്രസ്താവനയാണ് എന്നാണ് സഭാ നേതൃത്വത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട മറുപടി. AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയിട്ട് മാത്രമേ മെത്രാൻമാർക്ക് പ്രതികരിക്കാൻ കഴിയൂ എന്ന നിലപാട് സ്വീകരിക്കുന്നത് ആ പാർട്ടിയുടെ ഫാസിസ്റ്റ് മുഖത്തിന്റെ സൂചനയാണ് എന്നുള്ള കാര്യം കൂടി കുറ്റപ്പെടുത്തുന്നുണ്ട് സഭാ നേതൃത്വം. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടതിൽ നന്ദി അറിയിച്ചത് നിലപാട് മാറ്റമല്ല എന്നും അതിരൂപത വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ പൂപ്പറമ്പ, MV ഗോവിന്ദൻ നടത്തിയ വിമർശനം, അതിന് പിന്നാലെ തലശ്ശേരി അതിരൂപതയുടെ മറുപടി, വിവരങ്ങൾ എന്താണ് പൂപ്പറമ്പ? രജിത്ത്, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ബിഷപ്പ് പാംബ്ലാനിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ വിമർശനത്തിന് വിധേയമായതാണ്. CPIM സംസ്ഥാന സെക്രട്ടറി ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇന്ന് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. പാംബ്ലാനി തികഞ്ഞ അവസരവാദി ആണെന്നായിരുന്നു വിമർശനം. ഇത്രയും ശക്തമായ അവസരവാദം പറയുന്ന മറ്റൊരാളില്ല എന്ന തരത്തിൽ രൂക്ഷമായ വിമർശനമാണ് തളിപ്പറമ്പിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ച് അത്തരമൊരു പ്രതികരണമാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായത്. ആ പ്രതികരണത്തിന് മറുപടിയുമായി ഇപ്പോൾ തലശ്ശേരി അതിരൂപത കൂടി രംഗത്ത് വരുന്നു. MV ഗോവിന്ദനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് തലശ്ശേരി അതിരൂപതയുടെ വാർത്താക്കുറിപ്പിൽ പരാമർശമുള്ളത്. അതായത് പാംബ്ലാനിക്കെതിരെയുള്ള MV ഗോവിന്ദൻ നടത്തിയത് തരംതാഴ്ന്ന പ്രസ്താവനയാണെന്നും AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയിട്ട് മാത്രമേ മെത്രാൻമാർക്ക് പ്രതികരിക്കാൻ പാടുള്ളൂ എന്നത് ഫാസിസ്റ്റ് മുഖമാണ് എന്നതുകൂടി വിമർശിക്കുകയാണ്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടതിൽ നന്ദി അറിയിച്ചത് നിലപാട് മാറ്റമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അവസരവാദം എന്നത് ആപ്തവാക്യമായി സ്വീകരിച്ചത് പാർട്ടി സെക്രട്ടറി തന്നെയാണ് എന്നുൾപ്പെടെയുള്ള അതിരൂക്ഷമായ വിമർശനമാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ ഇപ്പോൾ തലശ്ശേരി അതിരൂപത നടത്തിയിട്ടുള്ളത്. തലശ്ശേരി ബിഷപ്പിനെതിരെ MV ഗോവിന്ദൻ നടത്തിയിട്ടുള്ള വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് തലശ്ശേരി അതിരൂപത. ഒരുപക്ഷെ രാഷ്ട്രീയമായി കൂടുതൽ ചർച്ചകൾക്കും പ്രതികരണങ്ങൾക്കും വിധേയമാകാൻ സാധ്യതയുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ തലശ്ശേരി അതിരൂപതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. നിമിഷപ്രിയ കേസിൽ സഹോദരന്റെ വാദം തള്ളി തലാൽ ആക്ഷൻ കൗൺസിൽ വക്താവായിരുന്ന യമൻ ആക്ടിവിസ്റ്റ് സർഹാൻ ഷംസാൻ. കാന്തപുരത്തിന്റെയും ഷെയ്ഖ് ഹബീബ് ഉമറിന്റെയും ഇടപെടലുകൾ കേസിൽ ഗുണം ചെയ്തു. മതപണ്ഡിതരുടെ ഉന്നത ഇടപെടലിലൂടെ വധശിക്ഷ റദ്ദായിട്ടുണ്ടെന്നും മോചനത്തിനുള്ള വഴികൾ തുറക്കുന്നുണ്ടെന്നും സർഹാൻ ഷംസാൻ പറഞ്ഞു. വേനലവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുന്ന ഓഗസ്റ്റ് 25 UAE അപകടരഹിത ദിനമായി പ്രഖ്യാപിച്ചു.
സ്കൂൾ തുറക്കുമ്പോൾ റോഡുകളിൽ ഉണ്ടാകാനിടയുള്ള ഗതാഗത തിരക്ക് കണക്കിലെടുത്താണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. 2 മാസത്തെ വേനലവധിക്ക് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ റോഡുകളിൽ ഉണ്ടാകാനിടയുള്ള തിരക്ക് കണക്കിലെടുത്താണ് ആഭ്യന്തര മന്ത്രാലയം പദ്ധതി പ്രഖ്യാപിച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കുകയാണ് ലക്ഷ്യം. UAE എല്ലാ എമിറേറ്റുകളിലെയും പോലീസുമായി സഹകരിച്ചാണ് സംരംഭം നടപ്പാക്കുന്നത്. ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന ഡ്രൈവർമാർക്ക് ലൈസൻസിൽ 4 ബ്ലാക്ക് പോയിന്റുകൾ കുറയ്ക്കാനും അവസരമുണ്ട്. ഇതിനായി ക്യാമ്പയിൻ ദിവസം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ക്യാമ്പയിനിൽ രജിസ്റ്റർ ചെയ്തവരുടെ നടപടി വിലയിരുത്തിയ ശേഷം സെപ്റ്റംബർ 15-നായിരിക്കും ബ്ലാക്ക് പോയിന്റുകൾ നീക്കം ചെയ്യുക. മുൻ വർഷങ്ങളിലും വേനലവധി കഴിഞ്ഞുള്ള സ്കൂളുകളുടെ ആദ്യ പ്രവൃത്തി ദിനത്തിൽ ആഭ്യന്തര മന്ത്രാലയം അപകടരഹിത ദിനമായി ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരുന്നു. 24 ദുബായ്. വിദേശത്ത് നിന്നെത്തിയ മലയാളി കുടുംബത്തിന്റെ സാധന സാമഗ്രികൾ വിമാനാധികൃതർ നഷ്ടപ്പെടുത്തിയതായി പരാതി. ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാരായ കുളക്കട സ്വദേശികളുടെ മൊബൈലുകളും ലാപ്ടോപ്പുകളും അടക്കം വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടമായി എന്നാണ് പരാതി. ജൂലൈ 23-നാണ് കുളക്കട സ്വദേശി ബിജോയ് ഭാര്യയ്ക്കും മകനുമൊപ്പം അയർലൻഡിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര തിരിച്ചത്. മുംബൈ വഴിയുള്ള കൊച്ചി ഇൻഡിഗോ എയർലൈൻസിലായിരുന്നു യാത്ര. ഡബ്ലിനിൽ നിന്ന് 4 ബാഗേജുകളുമായി പുറപ്പെട്ട കുടുംബത്തിന് മുംബൈയിൽ യാത്ര അവസാനിപ്പിച്ചപ്പോൾ തിരികെ ലഭിച്ചത് 3 ബാഗേജുകൾ മാത്രം. രേഖകളടക്കം വിമാനാധികൃതർക്ക് ബിജോയ് പരാതി നൽകി. ഒടുവിൽ 30-ന് ഇൻഡിഗോ പ്രതിനിധികൾ നേരിട്ട് ബാഗേജ് എത്തിച്ചു. പക്ഷേ 28 കിലോ തൂക്കമുണ്ടായിരുന്ന പെട്ടിയിൽ അവശേഷിച്ചത് 15 കിലോ മാത്രം. വിലപിടിപ്പുള്ള പലതും നഷ്ടമായി. ഞങ്ങൾ തുർക്കിഷ് എയർലൈൻസ് ഇൻഡിഗോ വഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം ബോംബെ വഴി കൊച്ചി ആയിരുന്നു. അപ്പോൾ ബോംബെ വന്ന് ഞങ്ങൾ ലഗേജ് എടുത്തപ്പോൾ ഞങ്ങൾക്ക് ടോട്ടലി 4 ബാഗേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ തിരിച്ച് ലഗേജ് എടുക്കാനായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് 3 ബാഗേജ് കിട്ടിയിട്ടുള്ളൂ. 1 ബാഗേജ് മിസ്സായി പോയിരുന്നു. 12th ഡേയിൽ നമ്മൾ വന്നു കഴിഞ്ഞ് നമുക്ക് ഈ ബാഗേജ് കിട്ടി. അപ്പോൾ നമ്മളത് ഓപ്പൺ ആക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ സാധനങ്ങളും വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും മിസ്സായിപ്പോയി. പിന്നെ ജസ്റ്റ് ന്യൂ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് മിസ്സായിപ്പോയി. ഈവൻ മെഡിക്കേഷൻ അടക്കം നമുക്ക് മിസ്സായിപ്പോയി. എനിക്ക് ജസ്റ്റ് റിയലി വിഷമമുണ്ട്. എനിക്ക് എൻ്റെ മൊബൈലും പിന്നെ നമ്മുടെ എസെൻഷ്യൽ ഐറ്റംസ് എല്ലാം പോയി. പുറപ്പെട്ടപ്പോൾ തൂക്കം 28 കിലോ ആയിരുന്നത് നാട്ടിലെത്തിയപ്പോൾ 15 കിലോയായി കുറഞ്ഞതിൽ കൃത്യമായ മറുപടി ഇൻഡിഗോ അധികൃതർക്കില്ല. അന്വേഷണം നടക്കുകയാണെന്നാണ് വിമാന കമ്പനി അധികൃതരുടെ മറുപടി. സംഭവം ചൂണ്ടിക്കാട്ടി കേരള പോലീസിനും ബിജോയ് പരാതി നൽകി. പുത്തൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. 24 കൊട്ടാരക്കര. പ്രമുഖ കാർഗോ ഗ്രൂപ്പായ എയർലിങ്ക് കാർഗോയുടെ പുതിയ ശാഖ സൗദിയിലെ ജിസാനിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൻ ഓഫറുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എയർലിങ്ക് കാർഗോയുടെ 56ാമത്തെ ശാഖയാണ് കഴിഞ്ഞ ദിവസം സൗദിയിലെ ജിസാനിൽ പ്രവർത്തനം ആരംഭിച്ചത്. പ്രിൻസ് സുൽത്താൻ റോഡിലുള്ള ട്രാഫിക് പോലീസ് അഥവാ മുറൂർ ഓഫീസിന് സമീപത്താണ് പുതിയ ശാഖ പ്രവർത്തിക്കുന്നത്. MD ബന്ദർ അൽ ഷഹരി പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജർമാരായ ഹാരിസ് ചെറൂർ, സുഫേദ്, സുബൂർ, സുഹൈൽ തുടങ്ങിയവരും ജിസാനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. എയർ കാർഗോ വരുന്നത് 11.95, സീ കാർഗോ വരുന്നത് 5.95. എയർ കാർഗോ 10 തൊട്ട് 15 ദിവസത്തിനകത്ത് ഡെലിവറി കൊടുക്കുന്നത്, സീ കാർഗോ 40 ദിവസത്തിനകത്ത് ഡെലിവറി കൊടുക്കുന്നത്. കൂടാതെ മറ്റ് രാജ്യത്തേക്കും സ്പെഷ്യൽ ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. ഡോർ ടു ഡോർ ഡെലിവറി ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾക്കും ഡോർ ടു ഡോർ ഡെലിവറി ലഭ്യമാണ്. അതുപോലെ തന്നെ ഫിലിപ്പീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ഓഫറുകളാണ് ബോക്സിന്റെ നിരക്കിൽ. നമുക്കറിയാം, കാർഗോ രംഗത്ത് വിശ്വസ്ത സേവനം നടത്തുന്ന ഈ കാർഗോയുടെ ഏജൻസി ജിസാനിൽ, ഞങ്ങളൊക്കെ ജീവിക്കുന്ന ഈ ജിസാനിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഉള്ള എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലേക്ക് സീ കാർഗോ കിലോയ്ക്ക് 5.95 റിയാലാണ് ഈടാക്കുന്നത്. എയർ കാർഗോ കിലോയ്ക്ക് 11.95 റിയാലും സൗജന്യ പിക്കപ്പ് സർവീസുമുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്ക് ചുരുങ്ങിയ നിരക്കിൽ ഡോർ ടു ഡോർ കാർഗോ സർവീസ് നടത്തുന്നു എന്നതാണ് എയർലിങ്കിന്റെ പ്രത്യേകത. ജിസാനു പുറമെ ജിദ്ദ, മക്ക, തായിഫ്, യാംബു, റിയാദ്, ദമാം, മദീന, ഹായിൽ, ബുറൈദ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നിലവിൽ എയർലിങ്ക് കാർഗോ പ്രവർത്തിക്കുന്നുണ്ട്. ജിസാനിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. പ്രവാസി സൗഹൃദ പ്രാദേശിക സർക്കാർ എന്ന ശീർഷകത്തിൽ ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന സംഘടന പാർലമെന്റ് സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി KMCC നേതൃനിരയെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. ക്യാമ്പിൽ ജിദ്ദയിലെ വിവിധ ജില്ലാ, ഏരിയ, മണ്ഡലം, പഞ്ചായത്ത് തലങ്ങളിലെ ഭാരവാഹികൾ പങ്കെടുത്തു. ചിന്തകനും ഗ്രന്ഥകാരനുമായ MC വടകര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അബൂബക്കർ അരിമ്പ്ര അധ്യക്ഷത വഹിച്ചു. അൻവർ മുള്ളമ്പാറ, ഉസ്മാൻ താമരത്ത് എന്നിവർ ക്ലാസുകളെടുത്തു. നാഷണൽ KMCC പ്രസിഡന്റ് കുഞ്ഞിമോൻ കാക്കിയ, നിസാം മമ്പാട്,
അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വജനപക്ഷപാതത്തിനെതിരെ ജനാധിപത്യ ഇന്ത്യയുടെ ശബ്ദമുയരണമെന്ന് സംഘടനാ പാർലമെന്റ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. VP മുസ്തഫ സ്വാഗതവും നാസർ മച്ചിങ്ങൽ നന്ദിയും പറഞ്ഞു. ഗസയിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകർ കൂടി കൊല്ലപ്പെട്ടു. അൽ ജസീറ റിപ്പോർട്ടർ അനസ് അൽ ഷെരീഫും ക്യാമറാമാനും ഉൾപ്പെടെ 5 പേരാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ അനസ് അൽ ഷെരീഫ് ഹമാസ് നേതാവെന്നാരോപിച്ച് ഇസ്രയേൽ സൈന്യം രംഗത്തെത്തി. വടക്കൻ ഗസയിലെ അൽഷിഫ ആശുപത്രിക്ക് മുന്നിലുണ്ടായ വെടിവയ്പിൽ 5 മാധ്യമപ്രവർത്തകർക്കാണ് ജീവൻ നഷ്ടമായത്. ആശുപത്രിയുടെ പ്രധാന കവാടത്തിനടുത്ത് മാധ്യമപ്രവർത്തകർക്കായുള്ള ടെന്റിൽ കഴിഞ്ഞിരുന്ന ഇവർക്കുനേരെ സൈന്യം ആക്രമണം നടത്തുകയായിരുന്നു. ഗസയിൽ നിന്നുള്ള വാർത്തകൾ മാസങ്ങളായി പുറം ലോകത്തെത്തിക്കുന്ന റിപ്പോർട്ടർ അനസ് അൽ ഷരീഫ്, മുഹമ്മദ് ഖ്രൈഖ്, ഇബ്രാഹിം സഹർ, മുഹമ്മദ് നൌഫൽ, മുഅമിൻ അലൈവ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ കൊല്ലപ്പെട്ട അനസ് അൽ ഷരീഫ് ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നാണ് ഇസ്രായേലിന്റെ പ്രതികരണം. ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്ന സംഘത്തിന്റെ തലവനാണ് അനസ് എന്നും ഇസ്രായേൽ ആരോപിക്കുന്നു. എന്നാൽ ഗസയിൽ നിന്ന് യാഥാർത്ഥ്യങ്ങൾ പുറം ലോകത്തെത്തിച്ചതാണ് മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്താൻ കാരണമെന്ന് അൽ ജസീറ ആരോപിച്ചു. ഇതോടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ കണക്ക് 237 ആയെന്ന് ഗസ സർക്കാർ മീഡിയ ഓഫീസ് സ്ഥിരീകരിക്കുന്നു. അതിനിടെ ഗസയിൽ പട്ടിണി മരണം 200 കടന്നു. 100 കുട്ടികൾ ഉൾപ്പെടെ 217 പേരാണ് പട്ടിണിയെ തുടർന്ന് മരിച്ചത്. ഗസ പിടിക്കാനുള്ള ഇസ്രായേൽ തീരുമാനത്തെ UN രക്ഷാസമിതി അപലപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. പാക് സൈനിക മേധാവി അസം മുനീറിന്റെ ആണവ ഭീഷണിക്ക് മറുപടിയുമായി ഇന്ത്യ. ആണവ ഭീഷണി പാകിസ്ഥാന്റെ പതിവ് രീതിയെന്നും ഭീഷണിക്ക് വഴങ്ങില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ല എന്നായിരുന്നു ഭീഷണി. അമേരിക്കൻ സന്ദർശനത്തിനിടെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ നടത്തിയ ആണവ ഭീഷണിക്കാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ മറുപടി നൽകിയത്. ആണവ ഭീഷണി പാകിസ്ഥാന്റെ പതിവ് രീതിയാണ്. നിരുത്തരവാദിത്തപരമായ നിലപാട് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. സൗഹൃദ രാജ്യത്തിന്റെ മണ്ണിൽ നിന്നുള്ള പരാമർശങ്ങൾ നിർഭാഗ്യകരം. ആണവ ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങില്ലെന്നും രാജ്യസുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിയാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിയിടാൻ മടിക്കില്ലെന്നും ലോകത്തിന്റെ പകുതി ഭാഗത്തെയും നശിപ്പിക്കുമെന്നുമായിരുന്നു അസീം മുനീറിന്റെ ഭീഷണി. 24 ഡൽഹി. ലഹരിമുക്ത ക്യാമ്പയിനിൽ മാധ്യമ സ്ഥാപനങ്ങളുടെ ഇടപെടൽ എടുത്തുപറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മാധ്യമ സ്ഥാപനങ്ങൾ നല്ല പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത കേരളത്തിനായി നല്ല ഇടപെടലാണ് സമൂഹത്തിൽ ഉണ്ടാവുന്നത്. ഒറ്റക്കെട്ടായി ഈ വിപത്തിനെ നേരിടാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത കേരളം, ഈ കാര്യത്തിൽ നല്ല ഇടപെടലുകളാണ് പലയിടത്തും ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളടക്കം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമുക്ക് ഒന്നിച്ചു നിന്ന് ഇതിനെതിരെ പോരാടേണ്ടതായിട്ടുണ്ട്. LDF-ൽ CPI 2ാം സ്ഥാനത്ത് തന്നെയാണെന്ന് കോട്ടയം ജില്ലാ സെക്രട്ടറി VK സന്തോഷ് കുമാർ. CPI ജില്ലാ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെതിരെ വിമർശനമുയർന്നതിന് പിന്നാലെയാണ് ജില്ലാ സെക്രട്ടറിയുടെ ഈ പ്രസ്താവന. LDF രൂപീകരിച്ചത് CPI ആണെന്നും ഓരോ പാർട്ടിക്കും അവരുടെ ശക്തിയെക്കുറിച്ച് ബോധ്യമുണ്ടെന്നും ജില്ലാ സെക്രട്ടറി 24നോട് പറഞ്ഞു. LDF-ൽ രണ്ടാമൻ ആര് എന്നത് സംബന്ധിച്ച് കേരള കോൺഗ്രസ് എമ്മും CPIയും തമ്മിൽ വലിയ തർക്കം നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വൈക്കത്ത് നടന്ന CPI ജില്ലാ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നിരുന്നു. കേരള കോൺഗ്രസിന് കാര്യമായ ശക്തിയില്ലെന്നായിരുന്നു വിമർശനം. ഇതിന് പിന്നാലെയാണ് നിയുക്ത ജില്ലാ സെക്രട്ടറി നിലപാട് ആവർത്തിച്ചത്. CPI തന്നെയാണ് LDF-ൽ രണ്ടാമതെന്നും അക്കാര്യത്തിൽ തർക്കമില്ലെന്നും VK സന്തോഷ് കുമാർ 24നോട് പറഞ്ഞു. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. CPI കേരളത്തിൽ CPI ആണ് രണ്ടാം സ്ഥാനത്തെന്നുള്ള യാതൊരു തർക്കവുമില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ അതിൻ്റെ ഒരു തർക്കത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഒരു തെരഞ്ഞെടുപ്പിന് പോകുന്ന സമയത്ത് ആരാണ് വലുത് ആരാണ് ചെറുത് എന്ന് ഘടകകക്ഷികൾ തമ്മിൽ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല. സീറ്റ് വിഭജനത്തിൽ നിലപാട് അറിയിക്കാനും CPI തയ്യാറായി കഴിഞ്ഞു. തദ്ദേശത്തിൽ കൂടുതൽ വരുന്ന സീറ്റിൽ അർഹമായത് ലഭിക്കണമെന്നാണ് CPI പറയുന്നത്. അതേസമയം CPI ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായ വിമർശനത്തിൽ മറുപടി പറയേണ്ടതില്ല എന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം. എന്നാൽ മുന്നണിക്കുള്ളിൽ പ്രതിഷേധം അറിയിക്കുമെന്നും വിവരമുണ്ട്. ടോബി ജോൺസൺ, 24 കോട്ടയം. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ അംഗങ്ങളുടെ തമ്മിലടി. മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്ത് അംഗം TP ഹാരിസിന്റെ നിക്ഷേപ തട്ടിപ്പ് കേസ് പ്രത്യേകം ചർച്ച ചെയ്യാൻ ആരംഭിച്ച ബോർഡ് യോഗമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. ബോർഡ് യോഗം നടക്കവേ DYFI പ്രവർത്തകർ ജില്ലാ പഞ്ചായത്തിലേക്ക് തള്ളിക്കയറി.
മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ബോർഡ് യോഗത്തിനിടയിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. രാവിലെ 10:30 ജില്ലാ പഞ്ചായത്ത് യോഗം ആരംഭിച്ചു. ഈ സമയം പുറത്ത് ഡിവൈഎഫ്ഐ പ്രതിഷേധം. പ്രവർത്തകർ പോലീസിനെ മറികടന്ന് ഓഫീസിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി. 12 മണിയോടെ മുസ്ലിം ലീഗ് അംഗം ടി പി ഹാരിസിന്റെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ വിശദീകരണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക ബോർഡ് യോഗം തുടങ്ങിയപ്പോൾ തന്നെ ഇടതംഗങ്ങൾ ബഹളം വെച്ചു. കേസിലെ 2ാം പ്രതിയായ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു എങ്ങനെ റിപ്പോർട്ട് അവതരിപ്പിക്കും എന്ന് ചോദിച്ചായിരുന്നു ബഹളം. എങ്കിൽ അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന് മുസ്ലിം ലീഗ് അംഗങ്ങളുടെ മറുചോദ്യം. ഇതിനിടെ റിപ്പോർട്ട് വായിക്കാൻ ശ്രമിച്ച ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ MK റഫീഖയുടെ കയ്യിൽ നിന്ന് ഇടത അംഗം ഇ അഫ്സൽ കോപ്പി പിടിച്ചു വാങ്ങിയതോടെ തമ്മിലടി. പ്രസിഡന്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൂക്കി വിളിച്ച് LDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. പുറത്ത് പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. 24 മലപ്പുറം. വോട്ടുകൊള്ള ആരോപണത്തിൽ രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധ കടൽ തീർത്ത് പ്രതിപക്ഷം. പാർലമെന്റിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള പ്രതിഷേധ മാർച്ചിൽ 300ഓളം പ്രതിപക്ഷ MPമാർ പങ്കെടുത്തു. ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടായി. സമീപകാലത്തെ വലിയ പ്രതിഷേധത്തിനാണ് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. വിയോജിപ്പുകൾ മാറ്റിവെച്ച് ഇന്ത്യ സഖ്യം ഒന്നിക്കുന്ന കാഴ്ചയ്ക്കും ഡൽഹി വേദിയായി. വോട്ടുകൊള്ള, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. തട്ടിപ്പ് നടത്തി അധികാരത്തിൽ കയറി BJP ജനാധിപത്യത്തെ അപകീർത്തിപ്പെടുത്തി നാണംകെട്ട അവസ്ഥയിലെത്തിയിരിക്കുക. രാജ്യത്തെ വോട്ടർ പട്ടിക അവർക്ക് അനുകൂലമായി വോട്ടർ പട്ടിക മാറ്റാണ്. അതിന്റെ അർത്ഥം രാജ്യത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏകാധിപത്യ ഇന്ത്യ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന നിലയിലേക്ക് മാറാൻ പാടില്ല. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള പ്രതിഷേധ മാർച്ച്. എന്നാൽ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടായി. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമെന്ന് രാഹുൽ. രാജനൈതിക് नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, वन मैन वन वोट की लड़ाई है. റോഡിൽ കുത്തിയിരുന്ന് MPമാർ പ്രതിഷേധിച്ചു. രാഹുൽ ഗാന്ധി, AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മുഴുവൻ MPമാരെയും ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ച കോൺഗ്രസ് ഒഴിവാക്കി. और अभी कहती है कि 30 सांसद आ सकते हैं. हमारी मांग थी कि सारे विपक्ष के सांसद सामूहिक ढंग से उनको एक दस्तावेज पेश करें. अभी हमें यहीं रोका गया है. निर्वाचन सदन तक हमें चलने नहीं दी जा रही है. വിഷയം പാർലമെന്റിലും പ്രതിപക്ഷം ഉന്നയിച്ചു. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസിന്റെ പ്രത്യേക യോഗം നാളെ ചേരും. ജനറൽ സെക്രട്ടറിമാരുടെയും സംസ്ഥാന ചുമതലയുള്ള നേതാക്കളുടെയും യോഗമാണ് ചേരുക. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പാർലമെന്റിൽ ആരംഭിച്ച പ്രതിഷേധം നിരത്തുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ സംയുക്ത തീരുമാനം. ടീം 24 ഡൽഹി. വോട്ടുകൊള്ള ആരോപണത്തെ ചൊല്ലി കർണാടക കോൺഗ്രസിൽ പൊട്ടിത്തെറി. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ എതിർത്ത സഹകരണ വകുപ്പ് മന്ത്രി KN രാജണ്ണ രാജിവെച്ചു. രാജണ്ണയുടെ പരാമർശത്തിൽ പ്രതിരോധത്തിലായതിനെ തുടർന്ന് ಹೈಕಮಾಂಡ್ ರಾಜಿ ಚೋದಿಸಿ ವಾಂಗಿಯಾയിരുന്നു. ಈ ವೋಟರ್ ಲಿಸ್ಟ್ ಎಲ್ಲ ಯಾವ ಕಾಲದಲ್ಲಿ ಮಾಡಿದ್ದು? ನಮ್ಮದೇ ಸರ್ಕಾರ ಇರೋವಾಗ ಮಾಡಿರೋದು. ಅವಾಗೆಲ್ಲ ಏನು ಕಣ್ಮುಚ್ಕೊಂಡು ಕೂತಿರ್ತಾರೆ ಎಲ್ಲರೂ. മാറ്റാടಬೇಕಾಗ್ತದೆ, ಏನು ಬೇಡ ಆಯ್ತಲ್ಲ. ಈಗ വോട്ടർ പട്ടിക പുതുക്കിയത് കോൺഗ്രസിന്റെ കാലത്താണെന്നും ക്രമക്കേട് കണ്ടെത്താതിരുന്നത് പാർട്ടിയുടെ തെറ്റാണെന്നുമായിരുന്നു KN രാജണ്ണയുടെ വിമർശനം. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ ഈ പ്രതികരണമാണ് രാജിയിലേക്ക് നയിച്ചത്. പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തി BJPക്ക് ആയുധം നൽകുകയാണ് രാജണ്ണ ചെയ്തതെന്ന് DK ശിവകുമാർ അടക്കമുള്ള നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അടുപ്പക്കാരനാണെങ്കിലും രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണത്തെ തള്ളിയതോടെ ഹൈക്കമാൻഡ് രാജണ്ണയുടെ രാജി ചോദിച്ചു വാങ്ങി. രാജിക്കത്ത് കൈമാറാനെത്തിയ രാജണ്ണ സിദ്ധരാമയ്യയുമായി കൂടിക്കാഴ്ച നടത്തി. രാഹുലിന്റെ ആരോപണം ഏറ്റെടുക്കാൻ ചില MLAമാരും തയ്യാറായിട്ടില്ല. ആരോപണം സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമെന്നാണ് ഇവരുടെ വാദം. രാജണ്ണയുടെ രാജിയിൽ കോൺഗ്രസിനെ വിമർശിച്ചും പരിഹസിച്ചും
BJP നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. 24 ബംഗളൂരു. സംസ്ഥാനത്ത് 2 ദിവസങ്ങളിലായി നടന്ന തെരുവുനായ ആക്രമണത്തിൽ 21 പേർക്ക് പരിക്ക്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് വീടിന് സമീപം വെച്ചാണ് 8 വയസ്സുകാരനെ നായ ആക്രമിച്ചത്. കോഴിക്കോട് വളയം വാണിമേലിൽ ഇന്ന് 3 പേർക്ക് കടിയേറ്റു. ആളുകളെ ആക്രമിച്ച തെരുവുനായ ചത്തു. മഞ്ചേശ്വരം മച്ചമ്പാടി കോടിയിൽ മഹമ്മൂദിന്റെ മകൻ മുഹമ്മദ് ഐലിന് നേരെയാണ് തെരുവുനായ പാഞ്ഞെടുത്തത്. വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോവുകയായിരുന്ന 8 വയസ്സുകാരനെ നായ ആക്രമിക്കുകയായിരുന്നു. പരുക്കേറ്റ കുട്ടിയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബഡാജ ചൌക്കിയിൽ മുസ്തഫയുടെ കൈക്കാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കോഴിക്കോട് വളയം വാണിമേലിലും തെരുവുനായയുടെ ആക്രമണമുണ്ടായി. പ്രദേശത്ത് ഇന്നലെയും ഇന്നുമായി 19 പേർക്കാണ് നായയുടെ കടിയേറ്റത്. പരുക്കേറ്റവർ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. ചേടിയാലമുക്കിൽ ഇന്ന് 3 പേരെ കടിച്ച ശേഷം കാണാതായ നായയെ ചത്ത നിലയിൽ കണ്ടെത്തി. 24 കാസർഗോഡ്. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് ഇവിടെ പൂർത്തിയാവുകയാണ്. നമസ്കാരം.